സാമ്പത്തിക ധ്രുവീകരണം. ഏതാണ്ട് 87% സമ്പത്ത് 10% കയ്യിലാണുള്ളത്. അതിപ്പോൾ BJP ഒന്ന് തുടങ്ങിയുണ്ടാക്കിയതല്ല. അത് കോൺഗ്രസിൻ്റെയും വർഗ നിലപാട് അതാണ്, BJPയുടെയും വർഗ നിലപാട് അതാണ്. ഒരു വ്യത്യാസവും ആ കാര്യത്തിലില്ല. അദാനിയും അംബാനിയും ടാറ്റയും ബിർളയും ഉൾപ്പെടെയുള്ള കുറേ സമ്പന്നന്മാരെ ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിമാരാക്കി മാറ്റുക എന്നുള്ള പ്രക്രിയയാണ് സ്വതന്ത്ര ഭാരതത്തിൻ്റെ ഭാഗമായി ഇക്കാലം അത്രയും നടന്ന ഓരോ ഗവൺമെൻറ്റിൻ്റെയും ഭാഗമായി കൈകാര്യം ചെയ്തത്. ദരിദ്രർ കൂടുതൽ ദരിദ്രരും സമ്പന്നർ കൂടുതൽ സമ്പന്നരുമാകുന്ന സാമൂഹിക വ്യവസ്ഥിതിയാണ് ഇന്ത്യയിൽ നിലവിലുള്ളത്. ഈ വാദത്തെ സാധൂകരിക്കുന്നതാണ് അടുത്തിടെ പുറത്തിറങ്ങിയ GDP വളർച്ചാ നിരക്ക് സംബന്ധിച്ച അനുമാന കണക്കുകൾ. കഴിഞ്ഞ 4 വർഷത്തേതിൽ ഏറ്റവും കുറവ് GDP വളർച്ചാ നിരക്കാണ് ഇത്തവണ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യയിലെ പാവപ്പെട്ടവർ വീണ്ടും പാവപ്പെട്ടവരാകുന്നു എന്നതാണ് GDPയുടെ കുത്തനെ താഴേക്കുള്ള വളർച്ച സൂചിപ്പിക്കുന്നത്. കാരണം GDP കണ്ടെത്തുന്നതിനായി ഉപയോഗിക്കുന്ന രീതിയാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അതിനായി ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് C+I+G+X-M എന്നത്. ഈ ഇക്വേഷനിലെ C എന്നത് പ്രൈവറ്റ് കൺസംഷനാണ്. പ്രൈവറ്റ് കൺസംഷൻ എന്ന് വെച്ചാൽ സാധാരണക്കാരായ ജനങ്ങൾ എത്രത്തോളം പണം വിപണിയിൽ ചെലവാക്കുന്നുണ്ട് എന്ന കണക്കാണ്. സാധാരണക്കാരുടെ കയ്യിലെത്തുന്ന പണം അത് വിപണിയിലേക്ക് ഒഴുകുകയും അത് GDP വർദ്ധിക്കുന്നതിനുള്ള കാരണവുമാകുന്നു. എന്നാൽ മുൻകാലങ്ങളിൽ അപേക്ഷിച്ച് പ്രൈവറ്റ് കൺസംഷൻ വളരെയധികം കുറഞ്ഞു എന്നാണ് ഇപ്പോഴത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനെ സാധൂകരിക്കുന്ന മറ്റ് ചില കണക്കുകളുമുണ്ട്. നിത്യജീവിതത്തിൽ ഒഴിവാക്കാൻ സാധിക്കാത്ത ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ്, അതായത് പേസ്റ്റ്, സോപ്പ് മുതലായ നിത്യോപയോഗ ജീവിതത്തിൽ ആവശ്യമായ സാധനങ്ങൾ, ഇവ വിൽക്കുന്ന കമ്പനികളായ FMGS കമ്പനികളുടെ വളർച്ച ഈ കാലയളവിൽ 2% മാത്രമാണ്. അതുമാത്രമല്ല, സാധാരണക്കാരുപയോഗിക്കുന്ന കാറുകളുടെ വിൽപ്പനയിലും വൻ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അതേസമയം ലക്ഷറി കാറുകളുടെ വിൽപ്പന വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ 1 മണിക്കൂറിൽ 6 ലക്ഷറി കാറുകളാണ് വിൽക്കപ്പെടുന്നത്. എന്നാൽ ഇതിനു മുൻപ് ഇത് 2 ആയിരുന്നു. അതേസമയത്ത് പാസഞ്ചർ കാറുകളുടെ വിൽപ്പനയിൽ 2% മാത്രം വർധനവാണ് കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് ലക്ഷറി ഹൗസുകളുടെ കാര്യവും. 2.5 കോടി രൂപയ്ക്ക് മുകളിലുള്ള വീടുകളെയാണ് ലക്ഷറി ഹൗസുകൾ എന്ന് പറയുന്നത്. ഇവയുടെ വിൽപ്പനയിലും വർധനവ് സംഭവിച്ചിട്ടുണ്ട്. കോവിഡിന് ശേഷമുള്ള കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ലക്ഷറി ഹൗസുകളുടെ വിൽപ്പനയിൽ 20 മുതൽ 25% വരെ വർധനവുണ്ടായിട്ടുണ്ട്. എന്നാൽ 40% വരെ മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്ന 40 ലക്ഷത്തിൽ താഴെ വില വരുന്ന വീടുകളുടെ മാർക്കറ്റ് ഷെയർ ആകട്ടെ 20 മുതൽ 22% വരെയായി കുറയുകയും ചെയ്തിട്ടുണ്ട്. ഈ കണക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത് ഇന്ത്യയിൽ സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നത് സമ്പന്നർക്ക് മാത്രമാണ് എന്നാണ്. ഇതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് വൻതോതിൽ കോർപ്പറേറ്റ് ടാക്സ് വെട്ടിക്കുറച്ചു എന്നതാണ്. കോർപ്പറേറ്റുകൾക്ക് കഴിഞ്ഞ 15 വർഷത്തിൽ ഏറ്റവും ഉയർന്ന തോതിൽ ലാഭം ലഭിച്ച വർഷവും 2023-24 എന്നാൽ ഇതനുസരിച്ച് ടാക്സ് സർക്കാരിനൊട്ട് ലഭിക്കുന്നുമില്ല. കോർപ്പറേറ്റ് ടാക്സിലെ കുറവ് സർക്കാർ പരിഹരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് പിഴിഞ്ഞെടുത്താണ്. 2014-15 വർഷത്തിൽ സർക്കാരിന്റെ മുഴുവൻ നികുതി വരുമാനത്തിന്റെ 35% കോർപ്പറേറ്റ് ടാക്സ് ആയിരുന്നു. എന്നാൽ 23-24 എത്തിയപ്പോൾ അത് വെറും 26% കുറഞ്ഞു. വീണ്ടും അത് കുറയുമെന്നാണ് പറയപ്പെടുന്നത്. കോർപ്പറേറ്റ് ടാക്സിൽ വന്ന കുറവ് നികത്താനായി സാധാരണക്കാരന്റെ മുകളിലേക്ക് ചുമത്തുന്ന അധിക നികുതിയും നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർധനവും ചേർന്ന് രാജ്യത്തെ മധ്യവർഗത്തിന്റെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കുകയാണ്. ഇങ്ങനെ കൂടിയാൽ സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും സമ്പത്ത് കേന്ദ്രീകരിക്കുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് വിപ്ലവം.